വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡബ്ലൻ ഇംഗ്ലീഷ് ബല്ലു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? ക്രിസ്മസിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും അല്ലെ. പലരും ഷോപ്പിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബിസി ആയിരിക്കും അല്ലേ. ഇവിടെയും വലിയ ഇതില്ല. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നങ്ങ് പോകുന്നുള്ളൂ. ഒത്തിരി ആഘോഷങ്ങളോ ഇതൊന്നുമില്ല. കാരണം നമ്മൾക്ക് ഒരു വേറെ രാജ്യത്തായിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമല്ലേ. അപ്പം അത്ര വലിയ ആഘോഷങ്ങളോ ഒന്നുമില്ല. ബട്ട് എങ്കിൽ കൂടിയും നമ്മൾ ഞാൻ നിൽക്കുന്ന വീട്ടിലെ ആൾക്കാർ അവർ ക്രിസ്മസ് ഒക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് നീങ്ങുമ്പോൾ കൂടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ വലിയ ആഘോഷമായിട്ടാണ് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഡിന്നറും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദി പാർട്ട് ഓഫ് അവർ ക്രിസ്മസ് സെലിബ്രേഷൻ അറ്റ് ഹോം. എൻ്റെ ഈ വീട്ടിൽ അതാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ്. അതുപോലെ തന്നെ അറിയാം നമ്മൾ ഫാമിലിയൊക്കെ നാട്ടിലാണല്ലോ. അപ്പം അതിനനുസരിച്ച് അവരും അവരുടേതായ ക്രിസ്മസുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണല്ലേ. സ്റ്റാറൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലേ. അപ്പം ജാതി മതഭേദം എന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണല്ലേ ക്രിസ്മസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്രിസ്മസ്. സ്റ്റാർ തൂക്കാനും പുൽക്കൂടം ഉണ്ടാക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് നമ്മൾ ക്രിസ്മസിന് അടിച്ചു പൊളിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തുടങ്ങുന്നത്, നമുക്ക് ക്രിസ്മസിൻ്റെ ടൈം അല്ലെങ്കിൽ ഡിസംബർ എന്ന് പറഞ്ഞ ടൈം ഓഫ് കോഴ്സ് നമ്മൾക്ക് ഒത്തിരി പേർക്ക് നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസരമാണ് അല്ലേ. ഒത്തിരി പേർക്ക് നല്ല നല്ല എക്സ്പീരിയൻസസ് ഒക്കെ പറയാൻ വേണം ഈ ക്രിസ്മസിനെ കുറിച്ച്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ക്രിസ്മസിന് അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, മേ ബി നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും, എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ എന്തെങ്കിലും നമ്മൾക്കുണ്ടോ ക്രിസ്മസിൻ്റെ ടൈമിൽ നമുക്ക് വന്നു പോയ അല്ലെങ്കിൽ ഉണ്ടായ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണേ. സോ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കുന്ന സമയത്ത് തുടക്കകാലത്ത് ഏകദേശം 2008 to 2009 2010 വരെ നമുക്ക് അങ്ങനെ എടുക്കാം. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലുണ്ടായ ക്രിസ്മസിന് നമ്മൾ ഉണ്ടായ ഒരു അനുഭവം ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയായിരിക്കും നമ്മൾ പോകുന്നത് അല്ലേ. കുറേ അധികം നല്ല പ്രതീക്ഷകൾ കാണും. നമുക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പോണേ. ബട്ട് സെർട്ടൻ ടൈംസ് നമുക്ക് അത് അപ്സൈഡ് ഡൗൺ ആവാറുണ്ട് അല്ലേ. നമുക്ക് പല നെഗറ്റീവ് അനുഭവങ്ങളും പല രീതിയിലും ഉണ്ടാവാറുണ്ട്. സോ എൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോയ സമയത്ത് ക്രിസ്മസ് ടൈം ആവുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു ടൈമായിരുന്നു. ബിക്കോസ് നമ്മൾ തുടക്കകാലം ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, മെൽബൺ പോലെ വലിയ സിറ്റിയിൽ ഒരു നല്ല ജോലി കിട്ടാനോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനൊക്കെ കുറച്ച് താമസമായിരുന്നു ഞങ്ങൾക്ക്. ഏകദേശം ഒരു 10 മാസമൊക്കെ നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു ഞങ്ങൾ ഓസ്ട്രേലിയ ഉണ്ടായിരുന്ന സമയത്ത്. സോ കൂടെ ഉണ്ടായിരുന്ന ജോസഫും അതുപോലെ ആശയും ഒക്കെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ കുറേയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒന്ന് കടന്നു കിട്ടിയത്. വൈ ബിക്കോസ് എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ നമുക്കറിയാം ഇക്കണോമിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അതുപോലെ തന്നെ ജോലികൾ വളരെ കുറവായിരുന്നു. നമുക്ക് ജോലികൾ കിട്ടാൻ പോലും ഇല്ല. അവിടെ ഇവിടെയും ചെറിയ കുഞ്ഞു ജോലികൾ മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഫോർ ആസ് എ സ്റ്റുഡൻറ്റ് ലൈക്ക് ഒരു സ്റ്റുഡൻ്റായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുകളോട് നമ്മൾ കടന്നു പോകേണ്ടതൊക്കെ ആയിട്ട് വരും. പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ. അപ്പം ഞങ്ങളുടെ അനുഭവത്തിലും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്രിസ്മസ് എല്ലാവരും തകർത്ത് ഭയങ്കര എൻജോയ്മെൻറ്റിൽ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴും 5 പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ലാത്തൊരു സമയമായിരുന്നു ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ക്രിസ്മസിൻ്റെ ടൈമിൽ നമുക്കറിയാം പൈസ ഇല്ലാത്തൊരു അവസ്ഥ നമുക്കിപ്പോൾ ഏത് രാജ്യത്തെങ്കിലും ആയിക്കോട്ടെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റും കൂടെ ആയിട്ട് നമുക്ക് റെൻറ്റ് കൊടുക്കണം, നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കണം, ഫുഡിനുള്ള കാര്യം നോക്കണം, അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ തന്നെ വഹിക്കേണ്ട ഒരു കടമയാണ്, ഒരു ഉത്തരവാദിത്തമാണല്ലോ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത്. പല രീതിയിലും നമ്മൾ അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും നമുക്ക് നമ്മുടേതായ സെമസ്റ്റർ ഫീസ് അങ്ങനെയുള്ള എക്സ്പെൻസ് കുറേ അധികം ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു ഒരു വലിയ ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പ്രത്യേകം ഞാൻ ഓർക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ടൈമിൽ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഡേയിൽ 25th ഞങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പൈസ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. സോ അറ്റ്ലീസ്റ്റ് വണ്ടിക്കൂലിക്കുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, ഞാനും ജോസഫും ആശ എല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഫ്രാങ്ക്സ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ, ഫ്രാങ്ക്സ്റ്റൺ. സോ ഇറ്റ്സ് ഇൻ വിക്ടോറിയ, ഒരു കോസ്റ്റൽ സിറ്റിയാണ്. കുറേ ബിഗ് ഫേമസ് ആൻഡ് പ്ലേസ്, ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ് ഫ്രാങ്ക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ ഞങ്ങൾ സിറ്റിയിൽ നിന്ന് ഔട്ട് വിട്ട് കുറച്ചൊന്ന് നമുക്ക് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി നമ്മുടെ മൈക്കി കാർഡിൽ നമുക്ക് എപ്പോഴും പൈസ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അത് നമ്മളെപ്പോഴും ചാർജ് ചെയ്ത് വെക്കും. കാരണം നമുക്ക് വി ഹാവ് ടു ട്രാവലിൻ്റെ സമയത്ത് നമുക്ക് എങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മെൽബണിൽ ആദ്യം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു ക്രിസ്മസ് ഡേയിൽ 25th ഞങ്ങൾക്ക് 5 പൈസ ഞങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു വണ്ടിക്കൂലി അല്ലാതെ. എനിക്ക് തോന്നുന്നു ജോസഫിൻ്റെ കയ്യിലൊക്കെ കണ്ട ഒരു വളരെ കുറച്ചൊരു എമൗണ്ട് കണ്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ വരില്ല. ആശയുടെ കയ്യിൽ സ്ഥിതി വ്യത്യാസമല്ലായിരുന്നു. ഞങ്ങൾക്കല്ല 5 പൈസ ഇല്ലാത്തൊരു സമയമായിരുന്നു ആ സമയം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഓഫ് കോഴ്സ് ക്രിസ്മസിന് നമുക്കറിയാം അല്ലേ, നമുക്ക് നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി, ഇറച്ചി, മീൻ, മുട്ട, ഒരു 100 കൂട്ടം ഇറച്ചിയിലെ എല്ലാം അടിപൊളിയായിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കി പൊളിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഫ്രാങ്ക്സ്റ്റണിൽ വെച്ച് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു, ഞങ്ങൾ കോൾസിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. കോൾസ് ജസ്റ്റ് ഒരു പാക്കറ്റ് ബ്രെഡും ഒരു കുപ്പി വെള്ളം മേടിക്കാൻ നോക്കുന്ന ജസ്റ്റ് കയറിയതാണ്. അത്രയും ലൈക്ക് നമുക്കറിയാം ക്രിസ്മസിന് എല്ലാവരും വന്ന് ഷോപ്പ് ചെയ്തിട്ട് സാധനങ്ങൾ പോലും നമുക്ക് കിട്ടില്ല ആ സമയത്ത്. ഇപ്പം ആകെ മീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇല്ല, അവിടെ ഒന്നുമില്ല, അതെല്ലാം അവിടെ ഇല്ലാത്തൊരു ടൈമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ മേടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബ്രെഡും കുറച്ച് വെള്ളവും ഒക്കെ മാത്രമേ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബട്ട് എന്നാലും ഞങ്ങളുടെ ആ ഒരു ക്രിസ്മസ് ഞാനും ആശയും അതുപോലെ ജോസഫും കൂടെ കൂടിയിട്ട് ഫ്രാങ്ക്സ്റ്റൺ ബീച്ചിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ബ്രെഡും ഇച്ചിരി വെള്ളവും ഒക്കെ കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ കോൾസിൽ കയറിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡും ഒരു ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഫ്രാങ്ക്സ്റ്റൺ ബീച്ചിൽ പോയി അവിടെ ഇരുന്ന് ബീച്ചിൽ കുറേ നല്ല ഭാഗങ്ങളുണ്ട് കാണാനും ഒക്കെ, വർത്താനം പറയാനൊക്കെ നമുക്ക് പറ്റും. ക്രിസ്മസ് ആയതുകൊണ്ട് ആരും കാണത്തില്ല, ഞങ്ങൾ മാത്രം ആ കടലോരത്തുണ്ടാകത്തുള്ളൂ. ആ അത്രയും സ്ട്രെച്ചായിട്ട് എടുക്കുന്ന സച്ച് എ ബിഗ് ബീച്ച്, ഒരു ലോങ് സ്ട്രെച്ച് എടുക്കുന്ന ബീച്ചിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബിക്കോസ് ക്രിസ്മസ് അല്ലേ, എല്ലാവരും വീട്ടിൽ അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഒന്നുമില്ല, ഫാമിലി ഇല്ല, ഫുഡും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളവിടെ സന്തോഷമായിട്ടിരുന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ ടവലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടവലൊക്കെ വിരിച്ച് അവിടെ ഇട്ട് ആ വെള്ളവും ബ്രെഡും അവിടെ വെച്ചിട്ട് ഞങ്ങൾ അതെല്ലാം കഴിച്ച് ഉള്ളിൽ നല്ല വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് ഞങ്ങൾ ആ ഒരു ക്രിസ്മസ് അങ്ങനെ ആഘോഷിച്ചു എന്നുള്ളതാണ്. ഒന്നുമില്ലാത്തൊരവസ്ഥയിലും ആ ഒരു സന്തോഷം ഞങ്ങൾ 3 പേരോടെ കണ്ടെത്തി. 3 പേർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥ. പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചെറിയൊരു കുഞ്ഞു പണികൾ എവിടെയെങ്കിലും അതൊരു $10 കിട്ടുന്ന ഒരു പണി എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ വണ്ടിക്കൂലി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പരിപാടി തീരും. സോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം, ആ ഒരു ക്രിസ്മസ്, അതൊരു വേദന നിറഞ്ഞൊരു ദിവസം. അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മീ എല്ലാവർക്കും അതുപോലെയാണ്. പക്ഷെ എൻ്റെ ഒരു കേസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പം ഇറ്റ്സ് സംതിങ് വെരി ഹോറിബിൾ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ അങ്ങനെ ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ ഒത്തിരി നല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ചിരിച്ച് കളിച്ച് ഞങ്ങൾ ഫ്രാങ്ക്സ്റ്റണിൽ തിരിച്ച് ട്രെയിൻ കയറി ഞങ്ങൾ സിറ്റിയിലേക്ക് വന്ന് പിന്നെ സിറ്റിയിലും കുറച്ച് കറങ്ങി അങ്ങനെ ആ ഒരു ക്രിസ്മസ് ഡേ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ക്രിസ്മസിൻ്റെ വലിയൊരു ദിവസം, ഞങ്ങൾ അവധിയുള്ള ദിവസമാണോ അല്ലേ, അവധിയുള്ള ദിവസമായതുകൊണ്ട് ലൈക്ക് ക്രിസ്മസിൻ്റെ അവധിയുള്ള ദിവസമായിട്ട് ഞങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പൈസ കൊടുക്കേണ്ടെന്ന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. അന്ന് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും പൈസ കൊടുക്കേണ്ടാത്തൊരു ഇതുണ്ട്. അപ്പം ആ കാര്യം ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ സച്ച് ലോങ്, ബിക്കോസ് നമ്മൾ പിന്നെ എന്താ പറയുക, സിറ്റിയിൽ നിന്ന് ഫ്രാങ്ക്സ്റ്റണിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഇച്ചിരി മാറിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് പൈസ ആവുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ഞങ്ങൾക്ക് ആ ഒരു ദിവസം അങ്ങനെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഞാനും ആശയും ജോസഫ് എല്ലാവരും കൂടി എൻജോയ് ചെയ്തു പോകുന്നു. അങ്ങനെ ആ ഒരു ലൈഫിൽ കിട്ടിയ വലിയൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. ഏതെല്ലാം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകണം, പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാം എന്ന് കാണിച്ച്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും ജീവിക്കാം, ആരുടെ കൂടെയും ജീവിക്കാം എന്നുള്ളത് ഒരു ഓപ്ഷനായിരുന്നു ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഞങ്ങൾ 3 പേരും ഞാൻ പറഞ്ഞില്ലേ കുറേ കഷ്ടങ്ങളിലൂടെ കടന്നു വന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് മുകളിലേക്ക് ഞങ്ങൾ കയറി വന്നത്. ഏകദേശം ഒരു 9 months ശേഷമാണ് എനിക്ക് ആദ്യമായിട്ട് അവിടെ ജോലി കിട്ടുന്നത്. ഒരു നഴ്സിംഗ് ഹോമിലാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് ആ പഠിക്കുന്ന അവസരത്തിൽ. പക്ഷെ കുറേയധികം സ്ട്രഗിൾസിലൂടെ ആണെങ്കിലും നമ്മൾ നല്ലൊരു നിലയിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്, അത് വലിയൊരു ഇതാണ്. പക്ഷെ ഞാനിപ്പോഴും ആ ഒരു കാര്യം മറന്നു പോയിട്ടില്ല. ഞാനിപ്പോഴും ആ കാര്യം കറക്റ്റായിട്ട് ഓർമ്മ. ഞാൻ ഈ ക്രിസ്മസ് ഡേ അടുത്ത് വരുമ്പോൾ എല്ലാ വർഷവും എനിക്ക് ആ കാര്യം ഓർമ്മ വരും. കുറേയധികം കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങൾ ചിലവഴിച്ച ആ ഒരു ദിവസത്തെ ഓർത്ത് അന്ന് ഒത്തിരി വേദനയുണ്ടായിരുന്നു. പക്ഷെ അതാണ് ഞാൻ ഇപ്പോഴും ആ ഒരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ പല രീതിയിൽ ഇതിപ്പോൾ കുഞ്ഞു സംഭവമാണ്, ഇത് വലിയ ആന സംഭവമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ
നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. നമുക്ക് എപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അയവിറക്കുന്നത് നല്ലതാണ് അല്ലേ. നമ്മൾ എത്ര വലിയ നിലയിൽ ചെന്നു എന്ന് പറഞ്ഞാലും നമ്മളുടെ ആ ഉള്ളിലുള്ള നമ്മൾ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാർട്ടിങ്ങിലൂടെയാണ് നമ്മൾ പല വലിയ നിലകളിൽ നമ്മൾ എത്തുന്നത് അല്ലേ. വലിയ നിലകളിൽ എത്തുമ്പോൾ എത്തിയിട്ട് നമ്മൾ തിരിച്ച് നോക്കുമ്പം നമ്മൾ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത് അല്ലേ. നമ്മൾ കുറേ ഡിഫിക്കൽട്ടീസിലൂടെ ആയിരിക്കും കടന്നു വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല ഡിഫിക്കൽട്ടീസ് പഠിക്കാൻ അതിലൊരു കുഞ്ഞു സംഭവം മാത്രമേ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാമെന്ന് വെച്ചത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സംഭവങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഉണ്ടാകും അല്ലേ. കുറേ വിഷമിപ്പിക്കുന്നതായിരിക്കാം, കുറേ നല്ല കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെയും ആകട്ടെ, ക്രിസ്മസ് വലിയൊരു ആഘോഷമാക്കി മാറ്റി വിത്ത് ഫാമിലിയുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ നേരുകയാണ്. അടിപൊളിയായിട്ട് ക്രിസ്മസ് കൂടുക കേട്ടോ. ഓക്കെ, ബൈ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങി ഉറപ്പായിട്ടും പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ട് അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ വിട്ടോണം. തെറി ഒഴിച്ച് ബാക്കി എല്ലാം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമാണ് അല്ലേ. അപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ ഇവിടെ തയ്യാറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റും ലൈക്സും ഒക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡബ്ലിൻ ഇംഗ്ലീഷ് മലു സൈനിങ് ഓഫ് ജസ്റ്റ് ലോയ്സ്.